പൊട്ടിയ കണ്ണാടിച്ചിലിനെ അഭിമുഖീകരിച്ച് അവൾ ഒരുങ്ങുകയാണ്. നെറ്റിയിൽ ചാർത്തിയ സിന്ദൂരപ്പൊട്ടിൽ ശേഷിച്ചത് നെറുകിൽ ചാർത്തണമോ എന്ന് ഒരാവർത്തി അവൾ ചിന്തിച്ചു. തേക്കാത്ത കൽഭിത്തിയിൽ വിരലുകൾ ഉരച്ചുകൊണ്ട് പേഴ്സുമായി അവൾ ഇറങ്ങാനൊരുങ്ങി. കഴുത്തിന് കീഴെ ചലനശേഷിയില്ലാത്ത തൻ്റെ ഭർത്താവിനെ പുച്ഛഭാവത്തോടു കൂടി നോക്കി യാത്ര പറഞ്ഞു. ഉമ്മറത്തിണ്ണയിലിരുന്ന് ഈര് പറിക്കുന്ന ഭ്രാന്തി തള്ളയോട് അവൾ കൽപ്പിച്ചു. തള്ളെ, ഉച്ചയ്ക്ക് അങ്ങേർക്ക് എന്തേലും തിന്നാൻ എടുത്തു കൊടുത്തോളൂ, ഇല്ലെങ്കിൽ വൈകിട്ട് വന്ന് കഴിയുമ്പോൾ എൻ്റെ സ്വഭാവം മാറും. അവരത് കേൾക്കാത്ത ഭാവത്തിൽ മുടി കോന്നിയിരുന്നു. തുടരെ തുടരെ അവൾ സമയം നോക്കുന്നുണ്ടായിരുന്നു. 8:05. ഈ ജോഷി ഇതെവിടെ പോയി? 5 മിനിറ്റിന് ശേഷം ഒരു ഓട്ടോ വന്നു. സ്റ്റാൻഡിൽ നിർത്തി അവൾ അതിലേക്ക് കയറി. നിന്നോട് ഞാൻ 8 മണിക്ക് വരാൻ പറഞ്ഞതല്ലേ? ഒന്നും പറയണ്ട എൻ്റെ അരുന്ധതി, ഒരോട്ടം പോയതാണ്. കട്ട പോസ്റ്റായി പോയി. ഇന്ന് എവിടേക്കാ മോളെ? കണ്ടിട്ട് നല്ല കോള് കിട്ടിയ ലക്ഷണമാണല്ലോ. കോളാണോ അതോ ഔട്ട് ഓഫ് റേഞ്ച് ആണോ എന്ന് പിന്നെ തീരുമാനിക്കാം. നീ വേഗം നെഹ്റു നഗറിലേക്ക് വണ്ടിയെടുക്ക്. ആളെങ്ങാനും പോയാൽ നിനക്കെൻ്റെ സ്വഭാവം അറിയാലോ. എനിക്ക് കുഴപ്പമില്ല, നീ ആയാലും പൈസ കിട്ടിയാൽ മതി. ഹോ, ചൂടാവല്ലടി, ഞാൻ പറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിക്കാം. നീ അല്ലേലും ഹൈ റേഞ്ച് അല്ലേ, തമ്പ്രാക്കന്മാരായല്ലേ കണക്ഷൻ. നിന്റെ റേറ്റ് നമുക്ക് താങ്ങൂല. നിന്റെ കയ്യിൽ കിട്ടാൻ വല്ല ലോട്ടറി അടിക്കണം. തൽക്കാലം നമ്മൾ പഴങ്കഞ്ഞി കുടിച്ച് ജീവിച്ചു പോട്ടെ. പടർന്ന് പന്തലിച്ച വാഗമരത്തണലിൽ ഒരു ഓടി കാർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ പതിയെ ഓട്ടോയിൽ നിന്നും ഇറങ്ങി. കറുത്തുരുണ്ട് തടിച്ച ഒരു മനുഷ്യൻ ആ കാറിലിരിക്കുന്നുണ്ടായിരുന്നു. അവൻ ഡോറ് തുറന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. വരുവാൻ പറഞ്ഞു. അവൾ വണ്ടിയിലേക്ക് കയറുന്നേരം ആ ഓട്ടോക്കാരൻ ആ കറുത്ത മനുഷ്യനെ നോക്കി ഒരു കള്ളച്ചിരി പാസാക്കി. യാത്രക്കിടയിൽ അവൾ എന്തോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, സർ, നമുക്ക് അശോകയിലേക്ക് പോകണ്ട. അവിടെ കഴിഞ്ഞ ആഴ്ച റെയ്ഡുണ്ടായിരുന്നു. നമുക്ക് പാലസിൽ പോകാം. അവൻ്റെ മുഖത്ത് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ പറഞ്ഞു, ഓ, ഗൗരവക്കാരനാണല്ലേ, ഒന്ന് ചിരിക്കും മാഷേ. നേർത്ത ഒരു പുഞ്ചിരിയോടെ കൂടി അവൾ അവനോട് ചോദിച്ചു, അരുന്ധതിയുടെ റേറ്റ് എങ്ങനെ? ചിരിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു, മണിക്കൂറിന് 2000. അപ്പോൾ ഒരു ദിവസത്തേക്കോ? 5000 ആണ് സാർ. എനിക്ക് 4500 തന്നാൽ മതി. അവൻ മുഖം തിരിക്കാതെ പുഞ്ചിരിയോടെ തന്നെ നേരെ നോക്കി വണ്ടി ഓടിച്ചു. അവൻ്റെ ഭീകരമായ മുഖത്തിലും നിഷ്കളങ്കമായ കണ്ണുകളുള്ള പോലെ അവൾക്ക് തോന്നി. പാരഡൈസ് എന്ന റെസ്റ്റോറൻറ്റിന് മുന്നിൽ അവൻ വണ്ടി പാർക്ക് ചെയ്തു. വല്ലതും കഴിക്കാം, എന്നിട്ടാകാം ബാക്കി, അവൻ പറഞ്ഞു. റെസ്റ്റോറൻറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കൂടിയ ഡിഷ് തന്നെ അവൻ ഓർഡർ ചെയ്തു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു, ഭർത്താവിന് ഇപ്പോൾ എങ്ങനെയുണ്ട്? മാറ്റം എന്തേലും ഉണ്ടോ? അവളൊന്ന് ഞെട്ടി. പാതി ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയപ്പോൾ വെള്ളം കുടിച്ചതിന് ശേഷം അവൾ മറുപടി പറഞ്ഞു, കണക്കാണെന്നേ സാറേ, ഒരു മാറ്റവും ഇല്ല. അല്ല, സാറിനിത് എങ്ങനെ അറിയാം? അരുന്ധതിയെക്കുറിച്ച് എനിക്കെല്ലാം അറിയാം. അവൻ കൈ കഴുകാനായി എണീറ്റു. വണ്ടിയിൽ കയറിയതിനു ശേഷം അവൾ സംസാരിക്കാൻ തുടങ്ങി. സാറേ, സാറിന് എന്നിൽ ഏറ്റവും ഇഷ്ടമായതെന്താണ്? അവൻ നേരെ നോക്കി തന്നെ മറുപടി പറഞ്ഞു, നിന്റെ വിരലുകളിനിടയിലെ ആ കറുത്ത കറയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവളൊന്നും മിണ്ടിയില്ല. പണ്ട് തൻ്റെ ലൈംഗിക അവയവങ്ങളെ വാനോളം പുകഴ്ത്തിയ പല മാന്യ വ്യക്തികളോടും അവൾക്ക് പുച്ഛം തോന്നി. ഫുൾ സ്പീഡിൽ വർക്ക് ചെയ്യുന്ന AC-യിൽ അവളിരുന്ന് വിയർക്കുന്നുണ്ടായിരുന്നു. അവൾ തൻ്റെ വിരലുകളിലേക്ക് നോക്കി. ഔഷധിയിലെ മരുന്ന് നിർമ്മാണശാലയിൽ താൻ ഒഴുക്കിയ വിയർപ്പിൻ്റെ ഗന്ധം അറിയാതെ മനസ്സിലൂടെ കടന്നുപോയി. തൻ്റെ ഭൂതകാലത്തെ ഒന്നടങ്കം പഠിച്ച് തന്നോടൊപ്പം കിടക്ക പങ്കിടാൻ വന്ന ഇയാൾ ആരായിരിക്കും? അവൾ അവളോട് തന്നെ ചോദിച്ചു. ഒരു ബേക്കറിക്ക് മുൻപിൽ അവൻ വണ്ടി നിർത്തി. നിറയെ മിഠായികൾ വാങ്ങിച്ച് വണ്ടിയിൽ കയറി. അവൾ ചോദിച്ചു, ഇതാർക്കാണ്? മറുപടിയില്ല. അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. വണ്ടി നിർത്തിയത് ഒരു ക്യാൻസർ സെൻ്ററിൻ്റെ മുൻപിലാണ്. ഡോറ് തുറന്നിറങ്ങിയതും ഒരു കൊച്ചു ബാലൻ അവൻ്റെ മുൻപിലേക്ക് ഓടി വന്നു. അവൻ ആ ബാലനെ കോരിയെടുത്തു. ആ കൊച്ചു ബാലൻ അവൻ്റെ കറുത്തുരുണ്ട കവിൾത്തടങ്ങളിൽ ഉമ്മ വെച്ചു. അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ വിമിഷ്ടം കടന്നു പോകുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ അവിടുത്തെ അന്തരീക്ഷത്തിൻ്റെ പ്രതിഫലനത്തിലായിരിക്കാം. മാനേജർ അച്ഛനെ കണ്ട് അവൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. മാനേജറിൻ്റെ കയ്യിൽ ഒരു പൊതി കൊടുത്തവൻ കുട്ടികളുടെ അടുത്തെത്തി. കുട്ടികൾക്ക് മധുരവും കളിപ്പാട്ടങ്ങളും സമ്മാനിച്ചപ്പോൾ അവർ ആനന്ദത്താൽ ആർമാദിക്കുന്നുണ്ടായിരുന്നു. അവർ അവിടെ നിന്നും മടങ്ങി. മാർഗമധ്യേ അവൾ ഓർമ്മിപ്പിച്ചു, സർ, സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചിലവഴിക്കുന്ന സമയത്തിന് നോട്ടുകെട്ടുകളെക്കാൾ മൂല്യമുണ്ടരുന്തതി, അവൻ പറഞ്ഞു. ആ ബാലൻ? അവൾ ചോദിച്ചു. ഹോ, അവനോ? അവനാണ് നീരജ്. 4 വയസ്സേ ഉള്ളൂ. ബ്ലഡ് ക്യാൻസറാണ്.
അവൻ്റെ അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്നു. അമ്മയുടെ ഒരു കൈ ആക്സിഡന്റിൽ നഷ്ടപ്പെട്ടതാണ്. എങ്കിലും ഒരു തയ്യൽ കട നടത്തി ചികിത്സയ്ക്കുള്ള പണം സമ്പാദിക്കുന്നു. തൻ്റെ തൊഴിലിനോട് ജീവിതത്തിൽ ആദ്യമായി അവൾക്ക് പുച്ഛം തോന്നിയ നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കവിൾത്തടങ്ങളെ തഴുകിയ കണ്ണുനീരിനെ തുടച്ചു മാറ്റിയപ്പോൾ മുഖത്തെ ചുവന്ന ചായം ഇളകുന്നുണ്ടായിരുന്നു. യാത്ര തുടർന്നു. സൂര്യൻ ഉച്ചയ്ക്ക് മീതെ നിൽക്കുന്ന സമയം. പാതയോരത്ത് വണ്ടി നിർത്തിയവൻ ഇറങ്ങി. അവിടെ വൃദ്ധയായ ഒരു സ്ത്രീയെ കൈതോല കൊണ്ട് മേഞ്ഞ പുൽപ്പായയും ഓലക്കുടയും പോലുള്ള സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ആ സ്ത്രീയുടെ കവിളിൽ തലോടി കുശലം ചോദിക്കുന്നുണ്ടായിരുന്നു. പരസ്പരം പരിചിതാക്കളാണെന്ന് അവൾക്ക് തോന്നി. 4 ഓലക്കുടയും വാങ്ങി അവൻ വണ്ടിയിൽ കയറി. അവൾ കൂടുതലായി ഒന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല. ഇക്കുറി വാചാലനായത് അവനായിരുന്നു. ആ സ്ത്രീയെക്കുറിച്ച് അവൻ വാതോരാതെ സംസാരിച്ചു തുടങ്ങി. ആ സ്ത്രീയുടെ പേര് നാണി എന്നാണ്. തൻ്റെ 92ാമത്തെ വയസ്സിലും മലമുകളിൽ 4 കിലോമീറ്റർ താണ്ടി ഈറ്റയും ഓലയും ചുമന്നു കൊണ്ടുവന്ന് സാധനങ്ങൾ നെയ്തുണ്ടാക്കും. എന്നിട്ടത് പാതയോരത്തിരുന്ന് വിൽപ്പന ചെയ്യും. മക്കൾ ഉപേക്ഷിച്ചിട്ടും സ്വന്തം കാലിൽ ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഇവരോടാണ് ഇന്ന് ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ളത്. അവളുടെ തൊഴിലിനോട് വേറെ എപ്പോഴും ഉണ്ടാകാത്ത അറപ്പും വെറുപ്പും ആ നിമിഷം അവൾക്കുണ്ടായി. യാത്രാമധ്യേ അവൻ ഒരു വയലോരത്ത് വണ്ടി നിർത്തി. അവിടെ 4 വൃദ്ധന്മാർ വയലിൽ പണിയെടുക്കുന്നുണ്ടായിരുന്നു. അവൾ മനസ്സിൽ ചിന്തിച്ചു. ഇതേ വഴിയിലൂടെ കടന്നുപോയപ്പോൾ തൻ്റെ ദൃഷ്ടിയിൽ പതിയാത്ത ആ 4 വൃദ്ധന്മാരെ അവൻ കണ്ടിട്ടുണ്ടാകണം. ഇളകി മറിഞ്ഞ ചീറിനെ വകവയ്ക്കാതെ അവൻ വയലിലേക്കിറങ്ങി. ഓലക്കൂട അവർക്ക് സമ്മാനിച്ച് അവർക്ക് ആലിംഗനം നൽകി അവൻ തിരിച്ചു. മനസ്സിൽ എന്തെന്നില്ലാത്ത കുറ്റബോധം നിഴലിക്കുന്ന പോലെ അവൾക്ക് തോന്നി. മനസ്സിൽ ആ ബാലനും അവൻ്റെ വികലാംഗയായ അമ്മയും പിന്നെ വഴിയരികിലിരുന്ന് 92 വയസ്സുള്ള വൃദ്ധയും ഒരേ സമയം മാറി മാറി വരുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സിൽ പശ്ചാത്താപബോധം ഉണരുന്ന പോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് അവൻ വണ്ടി സൈഡാക്കി ചുറ്റും നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി താൻ ഓട്ടോ കയറിയ അതേ സ്ഥലം. ഇറങ്ങിക്കോളൂ, അവൻ പറഞ്ഞു. അവൻ പേഴ്സിൽ നിന്നും 5000 രൂപയെടുത്ത് അവളുടെ കയ്യിൽ പിടിപ്പിച്ചു. വേണ്ട എന്ന് അവൾ പലകുറി പറഞ്ഞിട്ടും അവൻ നിർബന്ധിച്ച് കയ്യിൽ കൊടുത്തു. ഇത് നിന്റെ മാനത്തിൻ്റെ വിലയല്ല. എൻ്റെ ഈ ദിവസത്തെ ഇത്രയും മനോഹരമാക്കുവാൻ കൂടെ നിന്ന് നിനക്ക് നൽകുന്ന എൻ്റെ ഒരു സമ്മാനമാണിത്. അവൻ വണ്ടിയിൽ കയറി. വണ്ടി സ്റ്റാർട്ട് ചെയ്തതും അവളിൽ നിന്നും ഒരു ചോദ്യമുണർന്നു. സർ, സാറിൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. ഒരു നേർത്ത പുഞ്ചിരി മാത്രം സമ്മാനിച്ച് അവൻ വണ്ടി നേരെ എടുത്തു. അവൻ്റെ നിഷ്കളങ്കമായ ആ പുഞ്ചിരിയിൽ നിന്നുണ്ടായ അനുഭൂതി രതിമൂർച്ചയിൽ നിൽക്കുമ്പോൾ പോലും ഉണ്ടായിട്ടില്ല എന്നവൾക്ക് തോന്നി. അവളുടെ ചുണ്ടിൽ നേർത്ത പുഞ്ചിരി ഉണരുന്നുണ്ടായിരുന്നു. വിദൂരത്തേക്ക് മറയുന്ന ആ കാറിൻ്റെ പിറകിലെഴുതിയ അക്ഷരങ്ങൾ അവ്യക്തതയോടെയാണെങ്കിലും വായിച്ചെടുത്തു. ദൈവദൂതൻ. അതെ, ദൈവദൂതൻ തന്നെയാണ്, അവൾ മനസ്സിൽ പറഞ്ഞു. നേർത്ത നനവുള്ള ആ നോട്ടുകൾ അവളൊന്ന് മണത്തു നോക്കി. മൺമറഞ്ഞു പോയ തൻ്റെ സഹോദരൻ്റെ വിയർപ്പിൻ്റെ അതേ ഗന്ധം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.